ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. ഈ അടുത്ത കാലത്ത് ഒട്ടുമിക്ക പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതാണ് ഒരമ്മയും രണ്ട് കുഞ്ഞുമക്കളും ദാരുണമായിട്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. അത് എല്ലാവരെയും ഒരുപാട് ഞെട്ടിപ്പിക്കുകയും ഒരുപാട് പേരെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ എനിക്കിപ്പം ഇന്നലെ രാത്രി, അതായത് ഒരു ഏകദേശം നമ്മുടെ ഇസ്രായേൽ സമയം ഒരു 11:30-12 മണി നേരം വെളുത്തു. അപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിൽ നിന്നൊരു കോള് വന്നു. പ്രതീക്ഷിക്കാതെ വന്നൊരു കോളാണ്. ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് കേട്ട കോളാണ്, അറ്റൻഡ് ചെയ്ത കോളായിരുന്നു. അതിൽ സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചത്. പുള്ളിക്കാരി എന്നെ അങ്ങനെ വിളിക്കത്തില്ല. അന്നേരം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരി ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോഴെന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു ഹെൽപ്പ് വേണം, ഒരു സഹായമാണ് എന്നോട് ചോദിച്ചത്. അപ്പം എന്താണ് കാര്യം എന്ന് വെച്ചപ്പോഴത്തേക്കും കുറച്ച് പൈസയാണ് എന്നോട് ചോദിച്ചത്. എന്താണ് കാര്യമെന്ന് വ്യവസ്ഥയായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും, കുട്ടികളുടെ ഫീസ് അടയ്ക്കണം, സ്കൂളൊക്കെ അടയ്ക്കാറായി, എക്സാമൊക്കെ തീരാറായി, ഫീസൊന്നും അടച്ചില്ല, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴെന്നോട് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവൾക്കൊരു താൽക്കാലിക സഹായമല്ല വേണ്ടത്. ഇന്ന് എന്നോട് ചോദിച്ചു, നാളെ ആരോട് ചോദിക്കും, നാളെ ആര് സഹായിക്കും? അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. പിന്നെയും നമുക്ക് 12 മണി കഴിഞ്ഞു. ആ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അപ്പോഴും ഞാൻ ഇന്ന് മുഴുവനും ഞാനിരുന്ന് ആലോചിച്ചു, എന്ത് ചെയ്യാം, അവൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ ഇസ്രായേൽ മണ്ണിൽ കാലുകുത്തുന്നത്. അതിനും മുന്നേ, അതായത് 2024 മാർച്ച് 4-ാം തീയതിയാണ് ഞാൻ ബോംബെയിൽ ഫസ്റ്റ് ക്ലാസ്സിന് പോകുന്നത്. ഈ ഇസ്രായേലിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇന്നും എൻ്റെ ചങ്ക് എനിക്ക് പിടയ്ക്കും. കാരണം എന്ന് പറഞ്ഞാൽ, ഇത്രയും ലക്ഷം രൂപ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു വ്യക്തിയായിരുന്ന ഞാൻ, ഒരു 10,000 രൂപ പോലും സ്വന്തമായിട്ട് കയ്യിലെടുക്കാനില്ലാതിരുന്ന ഞാൻ, എന്നിൽ മാത്രം വിശ്വാസം അർപ്പിച്ച എൻ്റെ ഉറ്റ സുഹൃത്ത് എനിക്ക് തന്ന ആ ഒരു പ്രചോദനം മാത്രമാണ് എൻ്റെ കയ്യിൽ അന്ന് കൈമുതലായിട്ടുണ്ടായിരുന്നത്. ഇന്നും ഈ നിമിഷവും ഈ മണ്ണിൽ നിൽക്കുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫോണെടുത്ത് വിളിക്കുന്നത് എൻ്റെ കൂട്ടുകാരനെയാണ് ഞാൻ വിളിക്കുക. കാരണം അവനെൻ്റെ കൂട്ടുകാരനും അപ്പുറം ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഴ്ചയിൽ ഓരോ നിമിഷവും എന്നെ താഴെ നിർത്തുന്ന കരങ്ങളാണ്. ദൈവം ആ വ്യക്തിക്ക് ദീർഘായുസ്സും എല്ലാ ഐശ്വര്യങ്ങളും ദൈവം എനിക്ക് ഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ ഒട്ടും, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി അത്രയും നമുക്ക് സ്ട്രെയിൻഫുള്ളാണ്, പറ്റത്തില്ല. അങ്ങനെ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെയർ ടേക്കറായിട്ട് വരാം. അതിന് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, 3 പിള്ളേരുണ്ട്, മക്കളെ നോക്കാനും ആരുമില്ല, അമ്മയൊന്നുമില്ല, അമ്മ മരിച്ചു പോയവരുടെ. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം. ആരെങ്കിലും ഉണ്ടാകണമെന്ന് പറയുന്നത് തെറ്റാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. ഇപ്പം ഞാൻ ഈ മണ്ണിൽ നിൽക്കാൻ, സാമ്പത്തികം നിന്ന് സഹായിക്കാൻ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ എൻ്റെ അമ്മയുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ എനിക്ക് അനുകൂലമായി വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ മണ്ണിൽ, ദൈവത്തിൻ്റെ സ്വന്തം മണ്ണിൽ എനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ന് എൻ്റെ ഈ ഒരു കൂട്ടുകാരി ഒരു സഹായം അഭ്യർത്ഥിച്ചു. കാരണം ഒട്ടും ഒരു സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബമല്ല. പിന്നെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, മദ്യത്തിൻ്റെ അങ്ങേ അറ്റമാണ്. മദ്യപിച്ചിട്ട് വന്നിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും, എൻ്റെ കൂട്ടുകാരി ഉപദ്രവിക്കും. ഈ ഉപദ്രവങ്ങൾക്കിടയിൽ ഞാൻ ആ വ്യക്തിയോട്, എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ഒരിക്കലും നീ ആത്മഹത്യ എന്ന് പറയുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഞാനൊക്കെ എത്രയോ വട്ടം ചെയ്യേണ്ടതാണെന്നറിയോ?
അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെയും കൂടെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗ് ഇതാണ്. പക്ഷേ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ച് അകത്തോട്ട് കയറിപ്പോവും. അതേ കണക്ക് എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ വാക്കാണ്, മരിക്കാൻ ആരെ കൊണ്ടും സാധിക്കും. ആത്മഹത്യ ചെയ്യാൻ വലിയ ചിലവും കാര്യമുള്ള കാര്യമൊന്നുമല്ല, ആരെ കൊണ്ടും സാധിക്കും. പക്ഷേ ആ ജീവിതം ഒന്ന് ജീവിച്ച് തീർക്കാനാണ് കുട്ടി ഈ പാട്, ബുദ്ധിമുട്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അവരുടെ മുമ്പിൽ തോറ്റിട്ടില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ, ജയിച്ച് കാണിക്കാനാണ് പാട്, ജീവിച്ച് കാണിക്കാനാണ് പാട്. അപ്പോഴീ ഇടയ്ക്ക് നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതാണ് ഒരു ചേച്ചി അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്തത്. പിന്നെ ചിലർ വളരെ എന്താ പറയുക പുച്ഛത്തോടെ പറയുന്നതാണ് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും. പുരുഷന്മാരെ നമ്മൾ പരോക്ഷമായിട്ടേ പറയുന്നുള്ളൂ, സ്ത്രീകളെന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രവാസി ജീവിതം നയിക്കുന്ന, അത് ഇസ്രായേലെന്നല്ല ഏത് നാട്ടിൽ ആണെങ്കിലും പ്രവാസ ജീവിതം നയിക്കുന്ന സ്ത്രീകളെയൊക്കെ വളരെ മോശം കണ്ണോടുകൂടി കാണുന്ന ഒരു ജനത തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരിക്കലും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ പ്രവാസിയാകുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണെന്നറിയാമോ ഒരു സ്ത്രീ പ്രവാസിയാകുന്നത്? അല്ലെങ്കിൽ ഒരച്ഛൻ പ്രവാസിയാകുന്നതിലും എത്രയോ വളരെ വേദന അനുഭവിക്കുന്ന ഒരു അനുഭവമാണെന്നറിയാമോ ഒരമ്മ പ്രവാസിയാവുന്നത്? തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ സാധിക്കാതെ, തൻ്റെ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ സാധിക്കാതെ, ഒരു നേരത്തെ ആഹാരം അതിന് വാരി കൊടുക്കാൻ കഴിയാതെ, സ്നേഹത്തോടെ കവിളിലൊരു ഉമ്മ കൊടുക്കാൻ കഴിയാതെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ, എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഇന്ന് ശരിയാകും നാളെ ശരിയാകും എല്ലാ പ്രശ്നങ്ങളും എന്ന് കരുതി ദിവസങ്ങൾ എണ്ണി 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 ജീവിക്കുന്നവരാണ് ഓരോ പ്രവാസി അമ്മമാരും. അപ്പോഴേ ചിലർ നമ്മുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം പരോക്ഷമായിട്ട് പോലും പറയണത്, ഇവളെന്തിനാ അങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അവൾക്ക് നാട്ടിൽ നിന്നാൽ പോരായിരുന്നു, അവൾക്ക് ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്നാൽ പോരായിരുന്നു, എന്തിനാ ഇങ്ങനെ പ്രവാസിയാകാനായിട്ട് പോലും. ഇതിപ്പം മൊത്തത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ചിന്തിക്കുന്നവർ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല. ഒരിക്കലും ഒരു സ്ത്രീയും ആഗ്രഹിച്ച പ്രവാസി വേഷം കെട്ടുന്നതല്ല. തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി, നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി, ഇനി സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവരാണെങ്കിൽ അതുണ്ടാക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്താ പറയുക, കത്തി 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 മെഴുകുതിരി കത്തുന്നത് പോലെ അത് കത്തി അങ്ങ് എന്താ പറയുക ഉരുകി അങ്ങ് തീരുക ഓരോ പ്രവാസി അമ്മമാരും. അപ്പോൾ അവരെ പുച്ഛിക്കാതിരിക്കുക. പിന്നെ ഇതുപോലെ ജീവിതത്തിൽ എന്താ പറയുക ഒരു പ്രതീക്ഷയുമില്ലാതെ വരുമ്പോൾ ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ എളുപ്പമാണ്, അതിന് വലിയ ചിലവൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷേ ജീവിതത്തിൽ പൊരുതി നേടാനാണ് ഒരുപാട് സമയം വേണം, ഒരുപാട് എന്താ പറയുക നമ്മൾ ജീവിതത്തോട് കൂടി നമ്മൾ മത്സരിക്കേണ്ട സമയം വരും. അത് നേടിയെടുക്കണം എന്നുള്ള ഇച്ഛാശക്തി നമുക്ക് ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ട് നമ്മുടെ പിറകെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ മാറ്റി നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ പിടിച്ചു നിർത്താനോ മുന്നോട്ട് പോകാൻ നമ്മുടെ കൈയോടൊപ്പം ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോഴത്തേക്കും ഞാനിതാ പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ. എനിക്കറിയില്ല, പക്ഷേ നമ്മൾ പറയത്തില്ലേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്ന പോലെ ഒന്നുമല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും ആകാൻ പറ്റില്ലായിരുന്ന എന്നെ എന്താ പറയുക നമ്മൾ ഈ അഴുക്ക് ചാലിൽ നിന്ന് നമ്മളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് നമുക്കൊരു പുതുജീവിതം തരിക എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവമാണ് എനിക്ക്, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നത്. കാരണം എന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ അറിയാൻ സാധിക്കും. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ടുകൊണ്ട് ഈ നിമിഷം വരെയുള്ള വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മുടെ ഈ ചാനലിൽ. ഒരുപാട് പേർക്കറിയാം ഞാൻ എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ വന്ന് നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് സഹനങ്ങളിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് വെല്ലുവിളികളിലൂടെ, ഒരുപാട് കണ്ണീരിലൂടെ മാത്രം നേടിയെടുത്തതാണെല്ലാം.
പിന്നീട് ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ചെറിയൊരു കാര്യം ജീവിതത്തിൽ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ദൈവസഹായത്താൽ അധികം വൈകാതെ പൂർത്തീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ അതിനു വേണ്ടി അത്രത്തോളം ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ അതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. കാരണം ഞങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത്. അതിന് ഒരിക്കലും വിലമതിക്കാൻ പറ്റില്ല. ആ ഒരു ദിവസമായിരിക്കും ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ നെഞ്ചോട് ചേർക്കുന്നത്. ഇന്നും ഞാൻ നെഞ്ചോട് ചേർക്കുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹദിനം, വിവാഹം കഴിച്ച ദിവസം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനനം, അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുന്ന ദിവസങ്ങളിലൊന്നായിരിക്കും അത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ദിവസമായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ. അതൊക്കെ ഞാൻ ഈ മണ്ണിൽ വന്നതുകൊണ്ട് മാത്രം ദൈവം തന്ന ദാനമാണ്, സമ്മാനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും, അതായത് ജീവിതത്തിൽ തോറ്റുപോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പരാജയമാണ് എന്ന് ചിന്തിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.